സംസ്ഥാനത്ത് നിപ്പ സമ്പർക്ക പട്ടികയിൽ 425 പേർ. മലപ്പുറം, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് നിപ്പയുടെ സാന്നിധ്യം ആശങ്ക ഉയർത്തുന്നത്. പ്രദേശങ്ങളിൽ പനി സർവൈലൻസ് നടത്തുമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ചേരുന്നു. ചന്തു, ഈ നിപ്പ ബാധിച്ച് കഴിയുന്നവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആരോഗ്യമന്ത്രി എന്തെങ്കിലും കാര്യങ്ങൾ വ്യക്തമാക്കിയോ? മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണിപ്പോൾ അവിടെ ഏകോപിപ്പിക്കപ്പെടുന്നത്? തീർച്ചയായും ഇന്ന് ആരോഗ്യവകുപ്പ് ഒരു ഉന്നതതല യോഗം ചേർന്നിരുന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ഉന്നതതല യോഗം ചേർന്നത്. ഈ ഉന്നതതല യോഗത്തിൽ പ്രധാനമായും ഈ നിപ്പ സ്ഥിരീകരിച്ചതും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് കാര്യങ്ങളും ചർച്ച ചെയ്തിരുന്നു. അതിലാണ് ഈ സമ്പർക്ക പട്ടികയിൽ 425 പേരുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത്. മലപ്പുറത്ത് 228 പേരാണ്, പാലക്കാട് 110 പേരും, കോഴിക്കോട് 87 പേരും സമ്പർക്ക പട്ടികയിലുണ്ട്. മലപ്പുറത്ത് 12 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്, 5 പേർ ICUവിൽ ചികിത്സയിലാണ്. സമ്പർക്ക പട്ടികയിൽ ഉള്ളവരെ അവർക്ക് മാനസിക പിന്തുണ ഒക്കെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരോഗ്യവകുപ്പ് നടത്തുന്നുണ്ട് എന്നും മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ സമ്പർക്ക പട്ടികയിലുള്ള 87 പേരും ആരോഗ്യ പ്രവർത്തകരാണ്. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പനി സർവൈലൻസ് നടത്താനുള്ള നിർദ്ദേശം ഇന്നത്തെ യോഗത്തിൽ നൽകിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനസിക പിന്തുണ ഉൾപ്പെടെ ഇവർക്ക് ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുക. പാലക്കാട് സമ്പർക്ക പട്ടികയിലുള്ളവരെ അവിടെ തന്നെ ഐസൊലേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. സാമ്പിൾ മാത്രം പരിശോധനയ്ക്ക് അയച്ചാൽ മതി എന്നും ഇന്നത്തെ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ നിരീക്ഷണം തന്നെ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ലക്ഷ്യം